നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്നേ മത്തങ്ങ ഉണ്ട് എൻ്റെ കയ്യിൽ. പിഞ്ച് മത്തങ്ങ കണ്ടോ, പിഞ്ചാണ്, പഴുത്തിട്ടില്ല. പഴുപ്പാവണു, പക്ഷെ ഉള്ളിൽ ചെറുതായിട്ട് പഴുപ്പ് ചുമന്ന കളറുണ്ട്. എങ്കിലും ഇത് പിഞ്ച് മത്തങ്ങ തന്നെ, അതുകൊണ്ട് നമുക്കൊരു ഓലൻ വയ്ക്കാം. ഏറ്റവും എളുപ്പം പറ്റണ ഒരു കറിയാണ് ഓലൻ. കുമ്പളങ്ങ ആയാലും, നമ്മൾ ഇന്നലെ കുമ്പളങ്ങ ഓലൻ്റെ ആയിരുന്നു. കുമ്പളങ്ങ ഓലൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ ചെറുതാക്കി നുറുക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കുക, പാലൊഴിച്ച് വാങ്ങുക. ഇതിൽ പാലും വേണ്ട, ഒന്നും വേണ്ട, ഓൺലി മത്തങ്ങ. അപ്പം ഞാൻ മത്തങ്ങ തൊണ്ട് കളഞ്ഞു കേട്ടോ. തൊണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിഞ്ചു മത്തങ്ങ ആയതുകൊണ്ട് തൊണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതാദ്യം ഇങ്ങനെ ഇടാം. നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ തൊണ്ടൊക്കെ നല്ല കട്ടിയായിരിക്കും. ഇത് മൂത്തിട്ടില്ല തീരെ. കണ്ടോ എന്ത് സോഫ്റ്റ് കഷ്ണം അല്ലേ മത്തങ്ങ. കണ്ടോ സുഖമായിട്ട് ഇതാ ഇങ്ങനെ ആക്കാം. ഇത്ര മതി കഷ്ണം. അപ്പോൾ മത്തങ്ങ നുറുക്കിയത് കഴുകി കുക്കറിലിടാം. പെട്ടെന്ന് വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ഒരു ഓലൻ റെഡിയാക്കാം നമുക്ക്. ഇത്ര കഷ്ണമുണ്ട്. വേറെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും വേണ്ട. അപ്പോൾ പച്ചമുളകാണ് ഇടുന്നത് കേട്ടോ. പച്ചമുളക് ചെറുതായത് കൊണ്ട് 3 എടുത്തിട്ടുണ്ട്. വെറുതെ 2 ഇങ്ങനെ കീറി ഇടാം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി കുറച്ച് മതി. ഇട്ടു ഉപ്പ്. അപ്പം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അധികം വേണ്ട, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അടച്ച് അടുപ്പത്ത് വയ്ക്കാം. ഒരു 2 വിസിലായാൽ ഓഫാക്കാം. കുറച്ച് ചക്കക്കുരു ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരു 10-15 ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരു വെട്ടാം. എന്നിട്ട് നമുക്ക് ഈ കയ്പയ്ക്ക ഇട്ടിട്ട് ഒരു ഉപ്പേരി വെക്കാം കേട്ടോ. ചക്കക്കുരും കയ്പയ്ക്കയും ഇതാ ഞാനും കൂടി വെട്ടാം. വെട്ടിക്കോളാം, വേഗം വേഗം ആയിക്കോട്ടെ. പണി വേഗം കഴിയിട്ട് വേണം എനിക്ക് പോകണമെങ്കിൽ. ചക്കക്കുരും കയ്പയ്ക്കയും ഉപ്പേരിയും പിന്നെ മത്തങ്ങ കൂട്ടാനും മത്തങ്ങ ഓലനും. അപ്പം നമ്മുടെ മത്തങ്ങ 2 വിസിൽ വന്നു കേട്ടോ. 1 വിസിൽ മതിയായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ പ്രഷർ പോയിട്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് പ്രഷർ പോണവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ചക്കക്കുരു വേണ്ട അടുത്ത പരിപാടി. ചക്കക്കുരു ഇതാ ഒരു 10-15 ചക്കക്കുരു 4 കീറിയതാണ്. മഷിയൊന്നും കളഞ്ഞിട്ടില്ല. കണ്ടില്ലേ, ഇത് നല്ലതാണെന്നാണ് പറയണത് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് ഈ കുക്കറിൽ വേവിക്കാം. കുക്കറിലേക്ക് ഈ ചക്കക്കുരു ഇട്ടു. വലിയ കുക്കറാണ് കേട്ടോ. ഇത് ചെറിയ കുക്കർ ഒഴിവായിട്ടില്ല. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടു. പൊടിയുപ്പാണ് ഇട്ടിരിക്കണത്. ഇത്തിരി വെള്ളം ഒഴിക്കാം. അത് വേവാനായിട്ട് ഇതാ ഇത്ര വെള്ളം മതി. ഒരു ടേബിൾ സ്പൂൺ വെള്ളം അത്ര മതി. അടുപ്പത്ത് വയ്ക്കാം. ഇതിന് ഒരു 2 വിസിൽ വരണം. ചക്കക്കുരു അല്ലേ വേവണ്ടേ. 2 വിസിലായിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് കയ്പയ്ക്ക നുറുക്കാം. കയ്പയ്ക്ക നുറുക്കാം. യെസ്, ഇത് മൂത്തിട്ടില്ല. കുരു ഒക്കെ തീരെ സോഫ്റ്റ് ആയിട്ടുള്ള കുരുവാണ്. ഒന്നും കളയേണ്ടതില്ല. 2 പൊളിച്ചിട്ട് ഇതാ വലിയ ആയിക്കോട്ടെ.
ഒരു കയ്പ്പയ്ക്കാണ്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മളതിന് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ചക്കക്കുരു കുറച്ചേ ഉള്ളൂ, കുഴപ്പമില്ല. ഇനി അതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ കളയാൻ പാടില്ല. അതിൽ കൂടെ 2-3 കുറച്ചുകളെ കൂട്ടിയാൽ, പല കുറച്ചുകളെ കൂട്ടിയാൽ ഒരു വലിയത് വരും. ചക്കക്കുരുവിന് 2 വിസിൽ വന്നു കേട്ടോ. നമുക്കത് ഓഫാക്കാം, വാങ്ങി വയ്ക്കാം. ഇനി അതിൻ്റെ പ്രഷർ പോട്ടെ. അപ്പോഴേക്കും മത്തങ്ങയുടെ പ്രഷർ എന്തായി നോക്കാം. അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞു. കുറച്ച് വെള്ളമുണ്ട് കണ്ടോ. ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ കുറച്ച് കറിവേപ്പില അതിൽ ഇട്ടു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ഓഫാക്കിയിട്ടോ, തീ ഓഫാക്കി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. കറിവേപ്പില ഊരിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ ഓലൻ റെഡിയായി. വേണമെങ്കിൽ നമുക്കൊന്നിങ്ങനെ ഉടച്ച് ചേർക്കാം. ഞാൻ അധികം ഉടക്കണില്ല, പായസം പോലെ രസം ഉണ്ടാവില്ല. ടേസ്റ്റ് നോക്കട്ടെ. സ്വാദുണ്ട് കേട്ടോ. ഒരു കൂട്ടുമില്ല ഇയാൾക്ക് കേട്ടോ. ഓലൻ, ഓൺലി ഓലൻ മത്തങ്ങ. ഇതങ്ങനെ തന്നെ ഇവിടെ ഇരുന്നോട്ടെ. ഒരു കറിയായി നമ്മുടെ. നമുക്ക് അടുത്തത് ചക്കക്കുരു എന്തായി നോക്കാം അല്ലേ. ചക്കക്കുരു ഇതാ, ചക്കക്കുരു എന്തുണ്ടാവും കേട്ടോ. ഇപ്പോൾ ചക്കക്കുരു ഇതാ എന്തുണ്ടാവണം നോക്കാം അല്ലേ. ഇതാ ഇതാ എന്ത് കൂട്ടോ. ഇതാ ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ട്. ഈ കയ്പ്പയ്ക്ക ഇതിലിടാം കേട്ടോ. ഉള്ളി മൂപ്പിക്കുമ്പോൾ ഇട്ടാൽ മതി, പക്ഷേ കുറേ ടൈം എടുക്കുമല്ലോ. ഇതിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ കയ്പ്പയ്ക്കയിൽ ഞാൻ ചക്കക്കുരിൽ ഉപ്പ് ഇട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാരണം ഇതിൽ കയ്പ്പയ്ക്കയിൽ ഇനി ഉപ്പ് ഇടുന്നില്ല കേട്ടോ. ഞാൻ അതിലേക്കുള്ള ഈ വെള്ളത്തിൽ ഉപ്പുണ്ട്, കയ്പ്പയ്ക്കയിലും കൂടി പിടിച്ചോളും. ചെറിയ വെള്ളം ഉണ്ട് താനും. നമുക്കിതിനെ ഒരു ചെറിയ വിസിൽ വരുത്താം. അടച്ചു. പതുക്കെ വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് അതിൻ്റെ പ്രഷർ കളയാം കേട്ടോ. ഇതിൻ്റെ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി ഒന്നാക്കാം കേട്ടോ. ചുമന്നുള്ളി ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഉള്ളി എപ്പോഴും നന്നാക്കുമ്പോൾ ക്ലീൻ ആക്കണം. കറുപ്പ് നിറം ഉണ്ടെങ്കിൽ കളയണം. ഒരു ബ്ലാക്ക് ഫംഗസാണത്, നല്ലതല്ല. അത് നമ്മുടെ വയറിനൊക്കെ അസുഖം വരുത്തുന്നതാണ് കേട്ടോ ഈ ഫംഗസ്. അതെപ്പോഴും നമ്മൾ സവാള ആയാലും ഉള്ളി ആയാലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളിയിലൊക്കെ എപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ ഒരു കറുപ്പ് നിറം. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വേണ്ടിക്കണം. ഒരു തരി പോലും ഫംഗസ് നമ്മളിൽ വരാൻ പാടില്ല. കണ്ടു, ഒരു ചെറിയ ചെറിയ കളറ്. അത് നമ്മൾ കളയണം നന്നായിട്ട്. ആ തൊലി പൊളിച്ച് കളഞ്ഞപ്പോൾ അത് പോയി. ഇത്ര ഉള്ളി നന്നാക്കി കഴുകി കൊണ്ടുവന്നുണ്ട്. ചുമന്നുള്ളി കണ്ടോ, വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വെന്തുണ്ട്. നമുക്ക് ഉള്ളി മുപ്പിക്കാം. വറ്റൽ മുളക് ഒരു 3 എണ്ണം എടുക്കാം. ഒന്ന് കറക്കെടുക്കാം. അതിൽ പൊടിഞ്ഞില്ലേ? പൊടിഞ്ഞാ? ഇതാ ഇപ്പം ഇത്ര പൊടിഞ്ഞു. നന്നായിട്ട് പൊടിയൊന്നും വേണ്ട, ഒന്ന് കറക്കിയെടുത്തു. ഇനി ആ ഉള്ളി അതുപോലെ ഒന്ന് കറക്കുക.
വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല എരിവുണ്ടാവൂല. ഉണ്ട് ചക്കൂര് വന്നിട്ടുണ്ട്. പിന്നെയും കയ്പയ്ക്ക് വേവാത്തതായിട്ട് താമസം ഉണ്ടാവുക. കാരണം ഞാൻ വലിയ വിസിൽ വരുത്തിയില്ല. വന്നിട്ടുണ്ട്. ആ മഞ്ഞപ്പൊടി ഇട്ടു, വീണു, കറിവേപ്പില ഇട്ടു, നന്നായിട്ട് കറിവേപ്പിലിട്ടോ വലിയ. ഇനി അടിപൊളി നല്ലോണം മുരിഞ്ഞു. യെസ്. ഇത്തിരി വയ്ക്കുമ്പോൾ സ്വാദ് കൂടും, അധികം വയ്ക്കുമ്പോൾ സ്വാദ് കുറയും. നല്ല രസമായിരിക്കും. ഓഫാക്കി. ഉപ്പ് ഞാൻ ചക്കക്കുരു നോക്കിയപ്പോൾ നല്ലോണം ഉപ്പുണ്ടായിരുന്നു. അത് തന്നെ പിന്നെ ഉപ്പിട്ടില്ല. നോക്കിക്കോളോ. അവതരിച്ചു. അതെ, നല്ലൊരു ഉണ്ടാ. ഓ ഉപ്പിൻ്റെ കുറവുണ്ടാ? ചക്കൂര് കടിച്ച് നോക്ക് പറഞ്ഞോ. അതിൽ കൂടുണ്ടാവും ഉപ്പ്. ചക്കൂര് ശരി, ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് മതി. ഞാൻ തന്നെ ഉപ്പിട്ട ആള്. അപ്പോൾ ഒന്ന് ഉച്ചക്കിലേക്ക് വിശാലമായിട്ട് ഉണയിക്കാം. 2 കറിയാണ് നമ്മളുടെ. ഒന്ന് ഓലൻ, മത്തങ്ങ ഓലൻ. 2 ചക്കക്കുരു കയ്പയ്ക്ക മെഴുക്ക് പുരട്ടി. പിന്നെ കാളനുണ്ട് കേട്ടോ, ഇന്നലത്തെ കാളൻ. പുറത്തേക്ക് വയ്ക്കാം. കാളൻ ഇവിടെ ഇരിക്കട്ടെ, ഇവരുടെ അടുത്ത് തന്നെ. ഓക്കെ. ചോറ് അതില്ല. നെക്സ്റ്റ് കയ്പയ്ക്കയും ഇന്നലത്തെ നമ്മുടെ ചക്ക പുഴുങ്ങിയതില്ലേ, എൻ്റെ അമ്മ അവർ ചോദിച്ചു എങ്ങനെയാണ് വെച്ചത്, നല്ല സാധനം തന്നെ, ഞാൻ ഇന്ന് പോയി വെക്കുന്നുണ്ടെന്നൊക്കെ അമ്മു. അതായത് പിന്നെയാണ് കടമോളെ അതൊക്കെ വെക്കണം. ഞാൻ പറഞ്ഞേ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ കയ്പയ്ക്ക വിളമ്പി. ദെൻ ഇതിട്ടില്ലായിരുന്നു. ഇപ്പം എന്തൊക്കെ വെച്ചാൽ കാണത്തുണ്ടാവില്ലേ. ഓലൻ മതി, ഇഷ്ടപ്പെട്ട ഓലൻ. ദെൻ കാളൻ. അയ്യോ വിശന്നിട്ടേ. അപ്പോൾ എന്തൊക്കെയാ? കാളൻ, മത്തങ്ങ ഓലൻ, ചക്കക്കുരും
കയ്പ്പയ്ക്കും ഉപ്പേരി എന്ത് രസമെന്നറിയോ? അടിപൊളി. ചൂടുള്ള ചോറ്, ചൂടുള്ള ഉപ്പേരി. അതന്നെ, വേറെ ഒന്നും വേണ്ട. വേറെ ഒന്നും മതി. നല്ലതാ. അപ്പോൾ ചക്കക്കുരു മോശക്കാരനെല്ലാവരും മനസ്സിലായില്ലേ? നല്ല സാധനമാണിത്. പണ്ടൊക്കെ ഇത് കളയാറ പതിവ്. അഥവാ വയ്ക്കണമെങ്കിൽ തന്നെ അതിന് തൊലി അതിനോടൊപ്പം തന്നെ ആ മഷി കണ്ട് വയ്ക്കുക. അതും കളയണ്ട കേട്ടോ. ആ പോള മാത്രം കളഞ്ഞാൽ മതി. എന്ത് രസം അറിയോ ചക്കക്കുരു? ഇതാ നിങ്ങൾക്ക് ഒരു ഉള്ള തന്നാലോ. എല്ലാവരും സ്വീകരിച്ചോളൂ. കുറച്ചും കൂടി ചെയ്തു തോന്നുന്നു. ഇങ്ങനെ കയ്പ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത്തിരി വെക്കുമ്പോൾ സ്വാദ് കൂടുതലുണ്ടോ? ഇല്ല ഓലൻ. ഓലൻ അതിനേക്കാളും സൂപ്പറായിട്ടാ. ഒരു ചെലവില്ലാത്തൊരു ഓലൻ കണ്ടോ? ഞങ്ങളിന്ന് കളിക്കാൻ പോയപ്പോഴേ അതിൽപ്പെട്ട എല്ലാവരും കണ്ട് വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ചക്ക പുഴുങ്ങിയത്, ചക്കപ്പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. മുളക് ഇടണ്ടേ, വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ, കറിവേപ്പില ഇടുമ്പോൾ നിങ്ങൾ വേണം കിട്ടുള്ളൂ. അത് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. നമുക്ക് ചൂടോട് കഴിക്കണമെങ്കിൽ അടിപൊളി. അപ്പം ഉണ്ടാക്കി നോക്കൂട്ടാ. ഒരു കഷ്ണമുള്ളെങ്കിലും കുറച്ചുള്ളെങ്കിലും ഒരു കുഞ്ഞോ ഓല വയ്ക്കുക. അതുപോലെ എന്താ ചിലവ്? ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണെങ്കിൽ അത് നുറുക്കിയിട്ട് ഇത്തിരി ഇത്തിരി ഉപ്പിടുക, ഒരു പച്ചമുളക് ഇടുക, വേവിക്കുക, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില നല്ലതല്ലേ? ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഈ സാധനമായാലും അടിപൊളി. ഒന്നും പറയാണ്ടോ? ഒന്നും പറയണ്ട. ലൈക്ക് ചെയ്യൂട്ടോ.